നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറയിൽ മണ്ണെടുപ്പ് തടയാൻ ശ്രമിച്ച വില്ലേജ് ഓഫീസറെയും വില്ലേജ് അസിസ്റ്റന്റിനെയും കയ്യേറ്റം ചെയ്ത് ലോറിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പുതുക്കാട് ബസാർ റോഡിലെ വാച്ചുകടയിൽ വ്യാപാരിയെ ഭീതിയിലാക്കി മൂർഖൻ പാമ്പ്. പാമ്പിനെ പിന്നീട് സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം പിടികൂടി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റ് ചേംബറിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വാർത്തകൾ വിശദമായി. വല്ലച്ചിറയിൽ മണ്ണെടുപ്പ് തടയാൻ ശ്രമിച്ച വില്ലേജ് ഓഫീസറെയും വില്ലേജ് അസിസ്റ്റന്റിനെയും കയ്യേറ്റം ചെയ്ത് ലോറിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വെങ്ങണിശ്ശേരി സ്വദേശി കോരൻ വീട്ടിൽ മിഥുൻ, പഴുവിൽ സ്വദേശി മാപ്പോലിൽ വീട്ടിൽ നിഷിൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണ് കടത്താൻ ഉപയോഗിച്ച ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിച്ചെടുത്തു. വല്ലച്ചിറ വില്ലേജ് ഓഫീസർ വടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി ഇത്തിക്കാട്ട് വീട്ടിൽ ഷിനോദ്, വില്ലേജ് അസിസ്റ്റന്റ് അരിമ്പൂർ സ്വദേശി കാരണയിൽ വീട്ടിൽ ഷാജി എന്നിവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികൾ മണ്ണ് ഖനനം ചെയ്യാൻ ഉപയോഗിച്ച JCB വാഹനം, മണ്ണ് കടത്താൻ ഉപയോഗിച്ച ടിപ്പർ ലോറി, പ്രതികളുടെ കാർ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ 20 ബുധനാഴ്ച 5:15 വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് സമീപത്തെ പറമ്പിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇവിടെ നിന്ന് മണ്ണ് കടത്തുന്നതായി വിവരമറിഞ്ഞെത്തിയതായിരുന്നു വില്ലേജ് ഓഫീസർ ഷിനോദും വില്ലേജ് അസിസ്റ്റന്റ് ഷാജിയും. മണ്ണെടുക്കുന്നതിന് അനുമതി പത്രമുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ തിരക്കിയപ്പോഴാണ് പ്രതികൾ ഇവരെ കയ്യേറ്റം ചെയ്യുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് ലോറി ഉടമ കൂടിയായ പ്രതി മിഥുൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ടിപ്പർ ലോറി വേഗത്തിൽ ഓടിച്ചു കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിവേഗത്തിൽ ലോറി വരുന്നത് കണ്ട് ഓടിമാറിയതിനാൽ ഉദ്യോഗസ്ഥർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതിനിടെ ടിപ്പർ ലോറി ഇടിച്ച് ഉദ്യോഗസ്ഥരുടെ ബൈക്കിനും സ്കൂട്ടറിനും തകരാർ സംഭവിച്ചു. ലോറി ഉടമയായ മിഥുൻ മുൻപ് നടത്തിയ അനധികൃത മണ്ണുകടത്ത വില്ലേജ് ഓഫീസർ പിടികൂടിയതിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മിഥുൻ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി, മനുഷ്യജീവൻ അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച് അപകടമുണ്ടാക്കി, ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റ 2 കേസുകളടക്കം 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നിഷിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിൽ പ്രതിയാണ്. ചേർപ്പ് SI K ഷിജു, ഗ്രേഡ് സീനിയർ CPOമാരായ അനീഷ്, ധനീഷ്, CPO സിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പുതുക്കാട് ബസാർ റോഡിലെ വാച്ചുകടയിൽ വ്യാപാരിയെ ഭീതിയിലാക്കി മൂർഖൻ പാമ്പ്. പാമ്പിനെ പിന്നീട് സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം പിടികൂടി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പുതുക്കാട് ബസാർ റോഡിലെ വാച്ചുകടയിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. സമീപത്ത് പൊന്തക്കാടുള്ള പറമ്പിൽ നിന്ന് പാമ്പ് എത്തിയതെന്നാണ് പറയുന്നത്. ഏറെ ജനത്തിരക്കുള്ള ബസാർ റോഡിലെ കടയിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത് ആശങ്കയുളവാക്കി. വിവരമറിഞ്ഞെത്തിയ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം ദിനേശ് ആമ്പലൂർ ഒരുപാട് നേരം പ്രയത്നിച്ചാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ മൂർഖൻ പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. ബസാർ റോഡിലെ വ്യാപാര സ്ഥാപന പരിസരങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വാച്ചുകടയ്ക്ക് സമീപത്തെ ആയുർവേദ കടയിൽ നിന്ന് പാമ്പിനെ പിടികൂടിയിരുന്നു. കാടായി രൂപപ്പെട്ടു കിടക്കുന്ന ആളൊഴിഞ്ഞ പറമ്പ് വൃത്തിയാക്കി ഇഴജന്തുക്കളുടെ ശല്യം ഒഴിവാക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റ് ചേംബറിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരാണ് പങ്കെടുത്തത്. ഈ മാസം 30-നകം താണിക്കുടം തോട്, കുറിഞ്ഞിയാക്കൽ കനാൽ എന്നിവിടങ്ങളിലെ കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറെ അറിയിച്ചു. ജില്ലയിൽ മേജർ ഇറിഗേഷൻ പരിധിയിലെ ബണ്ടുകളുടെ ഷട്ടറുകൾ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തണം. KLDCക്ക് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഫണ്ട് ലഭ്യമാണെങ്കിലും
പ്രവർത്തനങ്ങൾ തുടങ്ങാത്തതിൽ KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയറോട് കലക്ടർ വിശദീകരണം ചോദിച്ചു. അയ്യന്തോൾ ഇറിഗേഷൻ പരിധിയിലെ കനാലുകൾ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനനുസരിച്ച് വൃത്തിയാക്കിയതായി മൈനർ ഇറിഗേഷൻ വകുപ്പ് മേധാവി പറഞ്ഞു. മേജർ, മൈനർ, അഡീഷണൽ ഇറിഗേഷൻ, KLDC എന്നിവയ്ക്ക് കീഴിലുള്ള ജലാശയങ്ങളിൽ ആവശ്യമായ ശുചീകരണങ്ങൾക്ക് കലക്ടർ കർശന നിർദ്ദേശമാണ് നൽകിയത്. കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗീതാകുമാരി, അസിസ്റ്റന്റ് എഞ്ചിനീയർ R. രചന, അഡീഷണൽ സെക്രട്ടറി ജയകുമാർ, കൌൺസിലർ മേഫി ഡെൽസൺ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, അഡീഷണൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനു ശേഷം കുറിഞ്ഞിയാക്കൽ കനാൽ, താണിക്കുടം കനാൽ എന്നിവിടങ്ങൾ കലക്ടറും സംഘവും സന്ദർശിച്ചു. ചേർപ്പ് ഇന്ദിരാ മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടെ നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ നീണ്ട പ്രസംഗങ്ങളൊക്കെ നമ്മൾ കൊച്ചുകുട്ടികളുടെ അവരുടെ കഴിവുകൾ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന ആ രീതി ആ കുട്ടികൾ നമ്മൾ കണ്ട് സന്തോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ 11 വർഷം മുമ്പ് ശ്രീമതി ഇന്ദിര ചേർപ്പ് ക്ഷേത്രത്തിന് സമീപം അവരുടെ വീടിനോട് ചേർന്ന സോപാനത്തിൽ ആരംഭിച്ച മോണ്ടിസോറി സ്കൂൾ പിന്നീട് സിന്ധു മേഡത്തിൻ്റെ നേതൃത്വത്തിൽ അത് IMMS എന്ന പേരിൽ മാറുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടുകാരുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുട്ടികളെ നല്ല ശീലം പഠിപ്പിക്കുക, ധൈര്യം പകർന്നു കൊടുക്കുക, അവർക്ക് സ്വയം നല്ല നിശ്ചയദാർഢ്യത്തോടെ എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള കുട്ടിക്കാലം മുതൽക്ക് തന്നെ അത്തരം ചില കഴിവുകൾ നേടാനുള്ള ആദ്യ പടി അതാണ് ഇവിടെ ഈ സ്കൂളിൽ നിന്നും കാര്യമായി കിട്ടുന്നത്. അതുപോലെ തന്നെ സഹവിദ്യാർത്ഥികളെ, കൂട്ടുകാരെ ഒന്നായി കൂട്ടുകാരായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. സമൂഹവുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ആ കുട്ടികൾ നല്ല മനുഷ്യരായി തീരാനുള്ള ഒരു ബേസിക്കാണ് ഇവിടെ വാർത്തെടുക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു സുജിത്ത് അധ്യക്ഷയായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, വാർഡ് മെമ്പർ ജയശ്രീ ഷാജൻ എന്നിവർ സംസാരിച്ചു. പ്രീ സ്കൂൾ, കിൻഡർഗാർട്ടൻ എന്നിവയുടെ ഗ്രാജുവേഷൻ സെറിമണിയും മോണ്ടിസോറി വിദ്യാർത്ഥികൾ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ എന്നിവരുടെ കോൺവൊക്കേഷനും ചടങ്ങിൽ നടന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾ, സമ്മർ ക്യാമ്പ് വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളുടെ അമ്മമാർ, ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരകമായ രാസലഹരികളായ 1/4 കിലോവിന് അടുത്ത് MDMA-യും 4 LSD സ്റ്റാമ്പുമായി ഒരാൾ പിടിയിൽ. പാഴ്സൽ സർവീസിന്റെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഐഷർ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ രാസലഹരി ശേഖരവുമായി ഒരാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS-ന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMA-യും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരിമരുന്നും വാഹനവും കസ്റ്റഡിയിലെടുത്തു. ദേശീയപാതയിൽ കൊടകര പേരാമ്പ്ര ഫ്ളൈ ഓവറിന് സമീപം ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഐഷർ ലോറിയിൽ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് കണ്ടെത്തിയത്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പാഴ്സലുകൾക്കൊപ്പം ലഹരിമരുന്നും ലോറിയിൽ കയറ്റി എറണാകുളം കേന്ദ്രീകരിച്ച് വൻകിട ഇടപാടുകാർക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേക്ക് സമീപം ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടു. കുന്നംകുളം കീഴൂർ സ്വദേശി വടക്കേ തലക്കിൽ വീട്ടിൽ ബാബുവാണ് അപകടത്തിൽ മരിച്ചത്.
ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവു ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം എതിരെ വന്ന ലോറിയുടെ സൈഡിൽ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബാബുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്നയുടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആംബുലൻസ് പ്രവർത്തകർ ഇദ്ദേഹത്തെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ബാബു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. എടത്തിരുത്തിയിൽ പഞ്ചായത്ത് തല ബാലസംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വായനാക്കളരിയുടെ ഭാഗമായിട്ടായിരുന്നു ബാലസംഗമം. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ബാലസംഗമം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ ബാലവേദി കോർഡിനേറ്റർ രാജൻ നെല്ലായി മുഖ്യാതിഥിയായി. AK മൊയ്തീൻ ക്ലാസെടുത്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ ബി മുഹമ്മദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് അംഗങ്ങളായ ഉമറുൽ ഫാറൂഖ്, സാജിദ അഷ്റഫ്, സുധീഷ്, ബാബു മാഞ്ചാക്കൽ, ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TN അജയ്കുമാർ, KA കൊച്ചുമോൻ, എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുസ്തഫ കമാൽ, ലൈബ്രറി മാതൃസമിതി കൺവീനർ PA ഷമീർ, ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയൻ MS സുബിൻ എന്നിവർ സംസാരിച്ചു. ഇന്ധന വില വർധനവിനെതിരെ കയ്പമംഗലത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച് CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി അധ്യക്ഷനായി. MD സുരേഷ്, PK റഹീം, അലി അസ്കർ എന്നിവർ സംസാരിച്ചു. CA ധർമ്മദാസ്, KR പ്രസാദ്, ES സതീശൻ, നജീറ നൂർദീൻ, ദിവ്യ അനീഷ്, നൌഷാദ് കില്ലാടി, KV പ്രദീപ് കുമാർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇന്ധന വില വർധനവിനെതിരെ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് CITU. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയാണ് മാർച്ചും ധർണയും നടത്തിയത്. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. TS ബൈജു അധ്യക്ഷനായി. ജില്ലാ നേതാക്കളായ AM ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, PS ഗിരീഷ്, മുരളീധരൻ, ആൻഡ്രൂസ്, AR കുമാരൻ, സുരേഷ് എടക്കുന്നി എന്നിവർ സംസാരിച്ചു. രാജി മണികണ്ഠൻ, സുജാത സുഗു, K നന്ദകുമാർ, ഷാജി അറ്റാശ്ശേരി, മുബാറക്, മധുസൂദനൻ, ഷുക്കൂർ ബാബു, സ്വാമിനാഥൻ, KV സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 14,620 രൂപ, പവന് 1,16,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറയിൽ മണ്ണെടുപ്പ് തടയാൻ ശ്രമിച്ച വില്ലേജ് ഓഫീസറെയും വില്ലേജ് അസിസ്റ്റന്റിനെയും കയ്യേറ്റം ചെയ്ത് ലോറിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പുതുക്കാട് ബസാർ റോഡിലെ വാച്ചുകടയിൽ വ്യാപാരിയെ ഭീതിയിലാക്കി മൂർഖൻ പാമ്പ്. പാമ്പിനെ പിന്നീട് സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം പിടികൂടി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റ് ചേംബറിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.